വി അൻവർ നിലമ്പൂരിൽ ഇറങ്ങുന്നത് മൂന്നാം അംഗത്തിനാണ്. മത്സരിച്ചേക്കില്ല എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ NDAക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി. നിലമ്പൂരിൽ മത്സരചിത്രം തെളിഞ്ഞതോടെ ഇനി എല്ലാ കണ്ണുകളും ഏറനാട്ടിലേക്കാണ്. ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും PV അൻവറും മോഹൻ ജോർജും മത്സരരംഗത്തേക്കെത്തുമ്പോൾ നിലമ്പൂരിൽ ചതുഷ്കോണ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂരിൽ രാഷ്ട്രീയം തന്നെ ചൂടുപിടിച്ച ചർച്ചയാകും. PV അൻവറും M സ്വരാജും മത്സരരംഗത്തേക്ക് എത്തുമ്പോഴും നിലമ്പൂരിലെ UDF ക്യാമ്പ് വിജയപ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് ചരിത്ര ഭൂരിപക്ഷം തന്നെ. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത്. വിജയപ്രതീക്ഷയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടാൻ കഴിയുമെന്നാണ് അൻവറിന്റെയും കൂട്ടരുടെയും പ്രതീക്ഷ. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിൽ കളം തെളിയുമ്പോൾ ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.